ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ അനന്തു. ഇന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ കാര്യങ്ങളാണ്. ഞാൻ ഇന്നിവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ എൻ്റെ അമ്മയും വല്യമ്മയാണ്. എവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സുഖമായിട്ട് ഇന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ എൻ്റെ അമ്മയും വല്യമ്മയാണ്. പിന്നെ മറ്റേ എൻ്റെ വീട്ടുകാരും. പിന്നെ എന്നെ വല്ലാത്ത കുട്ടിയാന്ന് പറഞ്ഞ് ആരും എന്നെ മാറ്റി നിർത്താറില്ല. എല്ലാத்தைയും എൻ്റെ കൂടെ കൂട്ടും. പിന്നെ ഞാൻ വല്ലാത്ത കുട്ടിയാണെന്ന് വിചാരിച്ച് എൻ്റെ തെറ്റ്, എനിക്ക് എന്തെങ്കിലും തെറ്റ് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി തരും വല്യമ്മയും അമ്മയും. അല്ലാതെ വല്ലാത്ത കുട്ടിയാന്ന് പറഞ്ഞ് ഫുള്ളായിട്ട് മാറ്റി നിർത്താറില്ല. പിന്നീട് എനിക്ക് പറയാനുള്ളത്, കാണണം എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുമെന്ന് പിന്നെ ഞങ്ങൾ ടൂറ് പോവാറുണ്ട് കേട്ടോ. ഒരുപാട് ദിക്കേറ്റ് പോവാറുണ്ട്. ഊട്ടിക്ക് പോയിട്ടുണ്ട്, ഞാൻ മൂന്നാർക്ക് പോയിട്ടുണ്ട്, മധുരയ്ക്ക് പോയിട്ടുണ്ട്, തഞ്ചാവൂർ പോയിട്ടുണ്ട്, മൂകാംബികയിൽ പോയിട്ടുണ്ട്. അവിടക്കൊക്കെ എന്നെ കൊണ്ടുപോയി. കുംഭകോണം പോയിട്ടുണ്ട്. അവിടക്കൊക്കെ എന്നെ കൊണ്ടുപോയി. പിന്നെ മുരുടേശ്വരം പോയിട്ടുണ്ട്. എല്ലായിടത്തേക്കും പോയി. ഉടുപ്പി എല്ലാം പറയേ. മൂകാംബിക എത്ര പ്രാവശ്യം പോയി? 2 പ്രാവശ്യം. ഒന്ന് തിരുവാതിരക്കളിക്ക് പോയിപ്പോ കഴിഞ്ഞ കൊല്ലം. പിന്നെ 2015. പിന്നെ നമ്മളിപ്പോ 2 കൊല്ലമായിട്ട് എന്താ തിരുവാതിരക്കളിക്ക് പോവല്ല, പുറത്ത് പോവാറില്ല. ദിവസം കേരള പഴനിക്ക് പോയി കഴിഞ്ഞ ഫെബ്രുവരി. ഈ ഫെബ്രുവരി 2026 ഫെബ്രുവരിയിൽ കേരള പഴനിക്ക് തിരുവാതിരക്കളി ഉള്ള കാരണം എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ പോവാറില്ല. കാരണം എന്താ, ചൂട്, പിന്നെ പൊടി അസുഖങ്ങൾ വരും. അപ്പൊ വീട്ടിലാരെ കൂട്ടിരിക്കുക? അതായത് തിരുവാതിരക്കളിക്ക് പോകുമ്പോ വരാറില്ല, കാരണം നല്ല ചൂടായിരിക്കും. പറമ്പിലൊക്കെ ഇരിക്കുമ്പോ പൊടി ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോ 2 കൊല്ലമായിട്ട് ടൂറിന് പോവാറില്ല. എന്താ കാരണം എന്ന് പറയോ? കാരണം അമ്മൂമ്മ മരിച്ചു. അമ്മൂമ്മ മരിച്ചത് വളരെ സങ്കടമായി. കാരണം അമ്മൂമ്മയായിരുന്നു എനിക്ക് കൂട്ട്. ഇവര് രണ്ടാളും പോകുമ്പോ അമ്മൂമ്മയായിരുന്നു കൂട്ട്. അമ്മൂമ്മ ഒരുപാട് കഥ പറഞ്ഞു തരും. പിന്നെ എൻ്റെ അടുത്ത് കുറേ നേരം വർത്തമാനം പറയും. നാമങ്ങൾ പഠിപ്പിച്ചു തരും. കുറേ കഥകൾ പറഞ്ഞു തരും, കുറേ പുരാണങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ അമ്മൂമ്മ പോയിപ്പോൾ വല്ലാണ്ട് അത് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് അത് മിസ് ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നീ അമ്മൂമ്മനെ സ്വപ്നം കാണാറുണ്ട്. അവന്റെ സ്വപ്നത്തിൽ ഏറ്റവും കൂടുതൽ അമ്മ വരിക കേട്ടാ. ഞങ്ങളുടെ സ്വപ്നത്തിലൊക്കെ പറഞ്ഞിട്ടൊക്കെ കൂടുതലും അന്തുവിന്റെ സ്വപ്നത്തിൽ അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് വരും അല്ലേ. പിന്നെന്താ വിശേഷം? പിന്നെ അങ്ങനെ പഠിത്തത്തിനെ കുറിച്ച് 1 മുതൽ 9 വരെ വലിയ സീരിയസ് ആയിരുന്നില്ല. പിന്നെ 10 മുതൽ ആണ് സീരിയസ് ആയി തുടങ്ങിയത്. പിന്നെ അതെന്താ സീരിയസ് ആവാൻ കാരണം? കോവിഡ് വന്നപ്പോ ഓൺലൈൻ പഠനത്തെ കുറിച്ച് മനസ്സിലായി. അപ്പോഴാണ് 10 +1 +2 തൊട്ട് ഓൺലൈനിൽ പഠിക്കാൻ തുടങ്ങി. 10ാം ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങി. ശരിയാ. 10ാം ട്യൂഷൻ ഉണ്ടായിരുന്നു. ശ്രുതി ചേച്ചിയുടെ ട്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ +1 +2 തൊട്ടാണ് ഓൺലൈൻ പഠിച്ചു തുടങ്ങി. നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഒരു 82% മാർക്ക് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ +2 എക്കണോമിക്സ് 3 മാർക്ക് കുറഞ്ഞു. കാരണം അത് കണക്കായ കാരണം. പിന്നെ അങ്ങനെ നേരെ കേരളവർമ്മയിലേക്ക് പോയി. അവിടെ 3 കൊല്ലം പോയിരുന്നോ? കോളേജിലേ ഇല്ല. വീട്ടിൽ ഇരുന്നിട്ട് തന്നെയായിരുന്നു പഠനം. ഓൺലൈൻ തന്നെ. പരീക്ഷയ്ക്ക് മാത്രമേ പോവാറുള്ളൂ. യൂട്യൂബിലെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. കോളേജിൽ പോയി പരീക്ഷ എഴുതും. അങ്ങനെ കഴിഞ്ഞ കൊല്ലം നമുക്കൊരു പരീക്ഷ എഴുതാൻ പറ്റിയില്ല. പറയണ്ടേ? മൂകാംബികയ്ക്ക് മൂകാംബികയിൽ തിരുവാതിരക്കളിക്ക് പോകുമ്പോൾ പറഞ്ഞു ഞങ്ങള് തിരുവാതിരക്കളി വേണ്ടാന്ന് വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല, ഒരു പരീക്ഷയിൽ അവിടെ നിൽക്കട്ടെ. അവനും അതെ. അപ്പൊ ഞങ്ങളങ്ങനെ നേരെ മൂകാംബിക്ക് വെച്ചടിച്ചു. അവിടെയൊക്കെ പോയി സുഖമായിട്ട് തിരുവാതിര കളി കളിച്ച് നന്നായി തൊഴുതു. ആ പരീക്ഷ ഇപ്പൊ മാർച്ചിൽ എഴുതിയിട്ടുണ്ട്. വാല്യുവേഷൻ തുടങ്ങാറായിട്ടുണ്ട്. റിസൾട്ട് അടുത്ത മാസം പകുതി ആകുമ്പോഴേക്കും വരും. അവന് പേടിക്കാനൊന്നുമില്ല. ഒരു വിഷയമാണ് അവന് വേണ്ടി പൊടിയിട്ട് എഴുതിയിട്ടുണ്ടാവും. കാരണം എല്ലാത്തിനും ഒരു ബി ഗ്രേഡ് എ ഗ്രേഡ് വെച്ചിട്ടുണ്ട് അവന് ഓവറോള്. പിന്നെ എന്തെങ്കിലും വിശേഷം പറയണ്ട? പിന്നെ ആരും ഏറ്റവും ഇഷ്ടം? കണ്ണനെ പറ്റാന മാസത്തേക്ക് അമ്മയും വല്യമ്മയും കൂടി എന്നെ കൊണ്ടുപോകാറുണ്ട് കണ്ണനെ തൊടാൻ. ഭയങ്കര ഇഷ്ടമാണ് ഗുരുവായൂർക്ക്. ആദ്യമൊക്കെയാണ് മാസം പോയിരുന്നു. അമ്മയ്ക്ക് ആരോഗ്യമുള്ള സമയത്ത് അമ്മ ഉള്ളപ്പോ. പിന്നെ അത് ഇടയ്ക്കിടയ്ക്കായി. ഇനി പോണം, ഈ മാസം പോണം. ഇനിയിപ്പോ എന്തൊരു വിശേഷം വരുന്നുണ്ടല്ലോ. എന്താ? എന്റെ ബർത്ത്ഡേ.
വരണ മെയ് 1 മെയ് 1 എന്താ നിന്റെ നാള്? ചോതി. ഏതാ മാസം അതൊക്കെ പറയേ? മേടമാസം. മേടമാസത്തിലെ ചോതി നക്ഷത്രമാണ്. മെയ് 1 തീയതിയാണ് എന്തുമന്റെ പിറന്നാൾ വരുന്നത്. അപ്പം എല്ലാവരുടെ അനുഗ്രഹങ്ങളും ആശംസകളും ഉണ്ടാവണം, എൻ്റെ കൂടി ഉണ്ടാവണം. അപ്പം അതേ വേർത്തൊഴുകി തുടങ്ങി അത് കുട്ടി. മാത്രമല്ല, പിന്നെ കാണണ എല്ലാവരും വീഡിയോ കാണുക, സ്ലൈപ്പ് ചെയ്ത് പോവാണ്ട് ലൈക്കും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ ബൈ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ. എല്ലാവരും ഗുരുവായൂരപ്പ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന എല്ലാവരുടെ കൂടി ഉണ്ടാവും.